നമസ്കാരം സുഹൃത്തുക്കളെ, ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെങ്കലാണ്. ചെങ്കൽ എന്താണെന്ന് വെച്ചാൽ ശിവപാർവതി ക്ഷേത്രം, 111 അടി വരുന്ന ശിവലിംഗത്തെ ഇത് കാണുന്നുണ്ടോ? ആ ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടത്തേക്ക് ചെന്നിട്ട്, നമ്മളിതിനകത്ത് ചെന്നില്ല, ഇത് പുറത്ത് പാർക്കിംഗ് പ്ലേസാണ്. ഇനി ഉള്ളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പാർക്കിംഗ് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒത്തിരി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. നമ്മൾ ട്രിവാൻഡ്രം തമ്പാനൂർ, അതാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ആ ട്രിവാൻഡ്രം അവിടെ നിന്ന് 26 കിലോമീറ്റർ അല്ലെങ്കിൽ 26 to 27 കിലോമീറ്ററാണ് വരുന്നത്. ഇവിടത്തേക്ക് ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരേണ്ടത്. കുറച്ച് ഇൻറ്റീരിയറാണ്, ചുറ്റിയൊക്കെ വരണം. ചില സമയം ഗൂഗിൾ മാപ്പൊക്കെ ഇടാണെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങൾ വരുമ്പോൾ ചുറ്റിപ്പോകും. അതാണ് ഞാൻ ലൊക്കേഷൻ എന്തായാലും ഇട്ടേക്കാം. ഓക്കെ, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനും അന്വേഷിച്ചിട്ട് പറയാം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണം. അമ്പലമുണ്ട്, 108 ശിവലിംഗവും 12 ഗണേശ ഭഗവാന്റെ ഇതിൽ സ്ഥിതി ചെയ്യപ്പെടുന്നു എന്നൊരു അറിവും കൂടെ ഇതിവിടെ ഉണ്ട്. നന്ദീശ്വര ഭഗവാൻ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യം ശിവനെ തൊഴുന്ന മുമ്പേ, മഹാദേവനെ നമസ്കരിക്കുന്ന മുമ്പേ നമ്മൾ നന്ദീശ്വര ഭഗവാനെ നമസ്കരിച്ച് കാര്യം എന്തൊക്കെ പറയണം എന്നാണ് പറയുന്നത്. നിങ്ങളും വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോളൂ, നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ പറഞ്ഞോളൂ. നന്ദീശ്വര ഭഗവാൻ മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഒരു പണി നടക്കുകയാണ്, കണ്ടില്ലേ? വൻ പണി നടക്കുകയാണ്. പണിയൊക്കെ തീർന്നു വരുമ്പം നല്ല കർണാടകയിലുണ്ട് 108 അടിയിൽ വരുന്ന ശിവലിംഗമാണെന്ന്. അവിടെ കർണാടക ഭാഗത്തുണ്ട്. ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഉത്പാദനമാണ്. ഇതൊക്കെ ട്രസ്റ്റാണ്, ട്രസ്റ്റ്. ഹനുമാൻ സ്വാമിയെ ശിവലിംഗത്തെ താങ്ങി പിടിച്ചിട്ടുള്ള പോലത്തെ ഒരു ബിംബം ലഗ്നമാണത്. ആ രീതിയിലാണ് ചുറ്റി ചെയ്തിട്ടുള്ളത്. നല്ല രസമല്ലേ? ചെരിപ്പൂരാണ്. ചെരിപ്പൂരിട്ട് വേണം അമ്പലത്തിനകത്ത് പോകുമ്പോൾ തന്നെയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് വീഡിയോ എടുക്കാം. തിരക്കുള്ള സമയമാണെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല. അമ്പലത്തിൻ്റെ കൊടിമരമാണത്. മുമ്പുള്ള ഓരോ ചടങ്ങുകളാണ് എഴുതിയിരിക്കുന്നത്. ആണ് അമ്പലം. അവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയ, ഇങ്ങോട്ടേക്ക് പാർക്കിംഗ് ഏരിയയും ഇത് മെയിൻ എൻട്രൻസ് ആണ് വരുന്നത്. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ അല്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വണ്ടി അവർ വിടത്തില്ല. അമ്പലം, ഈ അമ്പലം ചുറ്റി വേണം നമ്മൾ ലിങ്കേഷ് എടുത്ത് നമ്മൾ പോകേണ്ടത്. നവഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നവഗ്രഹങ്ങൾ, നാഗേശ്വരർ, ചുറ്റി എല്ലാ ദേവന്മാരുണ്ട്. ഉണ്ടോ? ഇറ്റ്സ് അൺബിലീവബിൾ. വേൾഡിലെ ഏറ്റവും ടാളസ്റ്റ്, ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണത്. ശിവലിംഗം മറ്റ് ചെങ്കൽ മഹേശ്വര ശ്രീ ശിവപാർവതി ടെമ്പിൾ, ശിവപാർവതി അമ്പലം എന്നാണ് ഇതിന് പേര് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 111.2 അടിയാണ് ഇന്ന് വരുന്നത്.
ആംബിയൻ്റ്. ഇത്രയും നല്ല ചൂടായിരുന്നു. പക്ഷേ അവിടെ നാഗരാജാവ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന മുമ്പേ എടുക്കുന്ന വീഡിയോ ആണിത്. ഇതാണ് അമ്പലം. ഇവിടെ ഇങ്ങനെ ചെറിയ ലിംഗേശ്വര ഭഗവാനുണ്ട്. ഇതെല്ലാം കേട്ടോ, നല്ല രസമുണ്ട്. നമ്മൾ ഇവിടത്തേക്ക് ഉള്ളിലേക്ക് പോവാം. നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അന്ന് പാസ് എടുക്കണം. അതെനിക്കറിയത്തില്ലായിരുന്നു. നമുക്കിപ്പോൾ പാസ് എടുത്തുകൊണ്ട് വരാം കേട്ടോ. പാസ് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, പോയി നോക്കാം. ഫ്രണ്ടിലായിരുന്നു കൗണ്ടർ. ഞാനിത് വരുന്ന സമയത്ത് ഫ്രണ്ടിലായിരുന്നു കൗണ്ടർ. പോയി ചോദിച്ചു നോക്കാം എത്രയാണ്. ഇനി ക്യാമറ ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകമുണ്ടോ അതൊന്നും അറിയത്തില്ല. വരും, നമുക്ക് പോയി നോക്കാം. ഓ, എന്ത് രസം എന്നറിയാം. നേരിട്ട് കാണുമ്പം, വീഡിയോ കാണുമ്പോൾ അല്ലേ, നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ഉള്ളിലേക്ക് പോകാനായിട്ട് ഞാൻ ഇവിടുത്തെ അകത്ത് ശിവലിംഗത്തിനുള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി ആഞ്ജനേയ സ്വാമി ഉണ്ടല്ലോ, അതിന് സമയം ഉള്ളിലേക്ക് കയറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റൂട്ട് 8 ഫ്ലോർ എന്തോ ഉണ്ട്. ഇതാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഉള്ളിലേക്ക് ക്യാമറ നോട്ട് അലൗഡ് എന്നാണ് പറയുന്നത്. ക്ലോക്ക് റൂമിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യണത് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിലേക്ക് നമുക്ക് അർച്ചന, അഭിഷേകം, മറ്റുള്ള കാര്യങ്ങൾ അമ്പലം പോലെയാണ്. അതും അമ്പലത്തിൻ്റെ ഒരു എല്ലാ രീതിയും എൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നോക്കിയിട്ട് ബാക്കി ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു. ഞാൻ ഉള്ളിലേക്ക് കയറാൻ പോകുന്നു ഗൈസ്. നമുക്ക് നോക്കാം ഉള്ളിലേക്ക്. ക്ലോക്ക് റൂം വരെ ഞാൻ വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന പാടാണ്. അവരെല്ലാം വാങ്ങിച്ചു വയ്ക്കും. പിന്നീട് സേഫ്റ്റി അലാറം, സെക്യൂരിറ്റി അലാറമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇവിടെ നമുക്കുള്ളിലേക്ക് ക്യാമറ നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത്. സാരമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നല്ല ഗാർഡനിങ് കേട്ടോ. നല്ലൊരു ആംബിയൻ്റാണ്, ഫ്രഷ് എയറാണ്. ചൂടൊന്നും തോന്നുന്നില്ല ഇങ്ങോട്ടേക്ക്. നല്ല രസമാണ് കാണാൻ. എന്തോ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ കാണിച്ചിട്ട്, അകത്തേക്കുള്ളത് ഇതിനെ അനുവദിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഇതുവരെ ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. നാഗസ്വാമി ബിംബമാണ് വെച്ചേക്കുന്നത്. തമ്പുരാൻ, പിന്നെ ഭൂതാൻ ഭഗവാൻ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ക്ലോക്ക് റൂം ഇങ്ങോട്ട് വരുന്നില്ല. രശ്മി, അഹം രശ്മി ആണ് ഈ 3 ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. ക്ലോക്ക് റൂം കണ്ടുപിടിച്ച് ഗൈസ്. ഇതാണ് ക്ലോക്ക് റൂം. ഇതാണ് അമ്പലത്തിൽ നട. ഒരു ബസ്, ജ്യൂസ് ഡ്രിങ്ക്സ് തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഷോപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇറങ്ങിപ്പോണ്ടത്. നാച്ചുറൽ സേഫ്റ്റി. അപ്പം ഇതിനുള്ളിൽ ക്ലോക്ക് റൂമിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പം പിന്നെ കാണാം. ഹലോ ഗായ്സ്,
അകത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങി. എക്സ്ട്രീംലി അൺബിലീവബിളാണ് എല്ലാ സംഭവവും, ഒന്നും പറയാനില്ല. അത് എല്ലാ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൂടാ, എല്ലാ മനുഷ്യന്മാരും വന്ന് കണ്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു ഔട്ട്ലൈൻ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഫുള്ളായിട്ട് അവർ പറഞ്ഞെന്ന അകത്തൊരു പുള്ളിയുണ്ട്. പുള്ളിയാണ് ഇവിടുത്തെ എന്താ പറയുക ഗൈഡ് എന്നിവിടെ പറയാം, പോറ്റിയെന്ന് പറയാം, എങ്ങനെ വേണം പറയാം. അടിപൊളിയാണ് അവർ എക്സ്പ്ലനേഷൻ തന്നത്. നമ്മൾ ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വൈകുണ്ഠം മുതൽ കൈലാസം വരെ അതിനുള്ളിലുണ്ട്. കൈലാസത്തൊക്കെ പോകുന്ന ഇതൊക്കെ ആംബിയനുണ്ടല്ലോ, നമുക്ക് ദർശിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ, ഈ ഉള്ളിലേക്ക് എന്ന് പറയുന്നത്. ഈ ഉള്ളിൽ ഏറ്റവും ടോപ്പ് വരെ പോയിക്കൊണ്ട് വന്നേക്കാണ് ഞങ്ങൾ. സ്വർഗ്ഗലോകം കണ്ടിട്ടില്ല ജീവനോടിരിക്കും, പക്ഷേ ഇതിനുള്ളിലും ഒപ്പം കാണാൻ സാധിക്കും. നമ്മുടെ ദേഹത്തുള്ള 7 ചക്രങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ 7 നില എന്ന് പറഞ്ഞാൽ 7 പടികെട്ട് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് ഈ ശിവലിംഗം. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ആഞ്ജനേയർ സ്വാമി ഇരിക്കുന്നില്ലേ, ആഞ്ജനേയർ ഇരിക്കുന്ന ആ ഭാഗത്താണ് വൈകുണ്ഠവും കൈലാസവും വരുന്നത്. ഇതെല്ലാവരും വന്ന് കണ്ടിരിക്കണം. ലോകത്തിൽ ആരായിരുന്നാലും വന്ന് കണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഒന്ന് നേരിട്ട് നമ്മൾ കണ്ട് അവർ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താണ് നമ്മുടെ ജീവിതം എന്ന് അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല ഒരിക്കലും. കാരണം 108 ശിവലിംഗം ഇതിനുള്ളിലുണ്ട്. 108 ശിവലിംഗവും 64 മൂർത്തികൾമാരാണ് അവതാരിച്ച മൂർത്തികൾമാരാണ് ഇതിനകത്തുള്ളത്. അതേപോലെ തന്നെ വിഷ്ണു നമ്മുടെ 7 ചക്രങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൽ 7 നിലയായിട്ട് കൊടുത്തിരിക്കുന്നത്. 7 നിലയിലും ചേർത്തിട്ടാണ് 108 ശിവലിംഗം വരുന്നത്. അതേപോലെ തന്നെ കൈലാസം, പിന്നീട് വിഷ്ണു, ഇതിന് കൈലാസം, വൈകുണ്ഠം, ഏറ്റവും മുകളിലാണ് കൈലാസം. ഇങ്ങോട്ടേക്ക് ആഞ്ജനേയ സ്വാമിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വൈകുണ്ഠം, ഇത് സ്വർഗ്ഗലോകം. അങ്ങനത്തെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ സ്വർഗ്ഗലോകം, അത് കടന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഇത് വന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ആരെ കൊണ്ടും തരാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളെല്ലാം അറിയാനുണ്ട്, പക്ഷെ അത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഔട്ട്ലൈന് പോലെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോഴും അമ്പലം തുറക്കും, ഇവിടെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു 5 മണിക്ക് തുറക്കും കേട്ടോ. ഇതാണ് അമ്പലം ഞാൻ നേരത്തെ കാണിച്ചത്. അമ്പലത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 4:30 മുതൽ 1 മണി വരെയാണ് വരുന്നത്. അല്ലെങ്കിൽ 12, വിശേഷ ദിവസങ്ങളിലാണ് 1 മണി വരെ ഉള്ളത്, അല്ലെങ്കിൽ 12:30 വരെയാണ്. പിന്നീട് 4:30 മുതൽ 8:30 മണി വരെയാണ് ഉള്ളത്. വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ഇപ്പം പൗർണമി തുടങ്ങിയ ഇതൊക്കെ അവരിപ്പം ആ ദിവസങ്ങളിൽ മാത്രം 9 മണി വരെ ഉണ്ടാകും. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക. ഓക്കെ, അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. എല്ലാവർക്കും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഫുൾ വീഡിയോ ആയിട്ട് കാണുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം ടേക്ക് കെയർ, ബൈ.